ഹായ്, P2 റീറ്റെയിലിൻ്റെ Q3 റിസൾട്ട് മാനേജ്മെൻറ്റ് കമൻട്രി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. P2 റീറ്റെയിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ റീറ്റെയിൽ അപ്പാരൽസ് ആണ് സെല് ചെയ്യുന്നത്. വാല്യൂ റീറ്റെയിൽ അപ്പാരൽസ് ആണ് അവർ മെയിനായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ റിസൾട്ടിലേക്ക് നോക്കാം. മാനേജ്മെൻറ്റ് കമൻട്രിയുടെ കൂട്ടത്തിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് ലൈനിൽ എത്ര ഗ്രോത്ത് വരും എന്നുള്ളത്, എത്ര സ്റ്റോർ ഓപ്പൺ ചെയ്യും എന്നുള്ള കാര്യം, SSSG എത്രയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനത്തെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസും തന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 56-57% അവരുടെ റവന്യൂവിന്റെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 86% ഗ്രോത്തും 100% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും വന്നിരുന്ന ഒരു കമ്പനിയാണ്. ഈ ക്വാർട്ടറിൽ 57% റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞായിട്ട് തോന്നിക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ കമ്പനിയെ നോക്കേണ്ടത്. കാരണം അവരുടെ Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്ന ഒരു ക്വാർട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇയർ ഓൺ ഇയർ തന്നെ വേണം കമ്പയർ ചെയ്യാനായിട്ട്. ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ 50% ഗൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ 57% ഗ്രോത്ത് വന്നിട്ടുണ്ട്. നല്ല ഫിഗേഴ്സ് തന്നെയാണ്. ഇനി അതേപോലെ അവരുടെ എബിറ്റ നോക്കിക്കഴിഞ്ഞാൽ എബിറ്റയിൽ ഏകദേശം 56-57% ഗ്രോത്ത് വന്നിട്ടുണ്ട്. എബിറ്റ മാർജിൻ ഏകദേശം 18.7 ഉണ്ട്. അത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ നമുക്കൊരു 0.2 കുറഞ്ഞായിട്ട് തോന്നിയേക്കാം. പക്ഷേ കമ്പനിയുടെ എക്സ്പാൻഷൻ നോക്കുക, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 70-75 ഷോറൂംസ് ആണ് അവർ മൊത്തം ഓപ്പൺ ചെയ്തത്. ഈ ഒരു 9 മന്തിൽ തന്നെ അവർ ഏകദേശം 100 മുകളിൽ ഷോറൂംസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. 105ഓളം ഷോറൂംസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഈ 9 മന്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ എബിറ്റ മാർജിനിൽ കുറവ് വരുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഈ കമ്പനി ഓൾമോസ്റ്റ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 102 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിലെ മാത്രം അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതും ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 99% ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റിൽ ഒരു എക്സെപ്ഷണൽ ഐറ്റം ഉണ്ട്, ഏകദേശം ഒരു 27 കോടിയോളം. അത് അവരുടെ ലീസ് എഗ്രിമെന്റിനകത്ത് കുറച്ച് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നോർമലി എല്ലാ കമ്പനികളും, ഇപ്പോൾ വിശാൽ മെഗാ മാർട്ട് പോലുള്ള കമ്പനികളടക്കം എല്ലാ കമ്പനികളും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. നേരത്തെ ഇവർ ഏകദേശം 10 വർഷം 12 വർഷത്തിനൊക്കെ എഗ്രിമെന്റ് വെച്ചാൽ അത്രയും വർഷത്തേനായിരുന്നു ലീസ് എഗ്രിമെന്റ് വെക്കുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇയർ ഓൺ ഇയറിൽ സ്റ്റോറിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേനും അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 27 കോടിയോളം ഉണ്ടായിരുന്നു. അത് ഇവർക്ക് ഒരു എക്സെപ്ഷണൽ ഗെയിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ടാക്സോടെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-22 കോടിയോളം പ്രോഫിറ്റിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒഴിവാക്കിയിട്ട് നോക്കിയാൽ പോലും കമ്പനിക്ക് ഏകദേശം 56-57% പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇത്ര എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ റവന്യൂ ഗ്രോത്തിന് അടുത്ത് തന്നെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്തും വരുന്നുണ്ട്. എക്സെപ്ഷൻ ഐറ്റം കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 100%ഓളം പ്രോഫിറ്റിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. പാറ്റ് മാർജിൻ ഏകദേശം 10 മുകളിലായിട്ട് തന്നെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ Q3. എല്ലാം കൂടി നോക്കുമ്പോഴത്തേന് ഫിഗേഴ്സ് എല്ലാം നല്ല ഫിഗേഴ്സ് ആണ്. അതുപോലെ നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് SSSGയുടെ കാര്യം. റിപ്പോർട്ടഡ് ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 2% SSSG എന്ന് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല നോക്കേണ്ടത് നമുക്ക്. കാരണം ഈ പറഞ്ഞ ദുർഗാപൂജയൊക്കെ ക്വാർട്ടർ 2ഉം 3ഉം തമ്മിൽ അങ്ങോട്ടും മാറി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോഴത്തേന് Q3 Q2 അങ്ങനെ ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് നോക്കാൻ. അത് നോക്കുമ്പോൾ ഏകദേശം 12.8 SSSG ഉണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. അതിലും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഈ Q2ന്റെയും Q3യുടെയും ആവറേജ് എടുത്ത് നോക്കുന്നതാണ്. ഏകദേശം 10.4 ആണ് ഈ Q2ന്റെയും Q3യുടെയും ആവറേജ് SSSG എന്ന് പറഞ്ഞാൽ. മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് തന്നെ ഏകദേശം 8-10% SSSG ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഗൈഡൻസിന് മുകളിൽ തന്നെയാണ് കമ്പനിയുടെ പെർഫോമൻസ് ഉള്ളത് SSSGയുടെ കാര്യത്തിലും. പിന്നെ ഷോറൂംസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്വാർട്ടറിൽ അവർ ഏകദേശം 35ഓളം ഷോറൂംസ് ഓപ്പൺ ചെയ്തു. ഓവറോൾ അവർ 105 ഷോറൂംസ് ഈ ഒരു 9 മന്തിൽ ഓപ്പൺ ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് അവർ ഏകദേശം 100 ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും അവർ അതിന്റെ മുകളിൽ പോയി. കഴിഞ്ഞ ക്വാർട്ടറിന്റെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ അവരത് 120-130 ഷോറൂംസോളം അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് വെച്ച് നോക്കിയാൽ അതിനനുസരിച്ചിട്ടാണ് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 105 ഷോറൂംസ് ഓപ്പൺ ചെയ്തെങ്കിൽ ഓൾറെഡി ഇപ്പൊ ഈ ഒരു മാനേജ്മെന്റിന്റെ കമ്മിറ്റി നടക്കുന്ന സമയത്ത്, അതായത് കോൺകോളിന്റെ സമയത്ത് ഏകദേശം ജനുവരിയിൽ തന്നെ അവർ 10 പുതിയ ഷോറൂംസ് ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 115 ഷോറൂംസോളം അവർ ഓൾറെഡി ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള 2 മാസങ്ങളിൽ അവർ ഏകദേശം 20-25 ഷോറൂംസോടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യും. അത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നല്ല രീതിയിൽ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെയാണ് അവർ എക്സ്പാൻഷൻ പ്ലാനുകളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു അവർ ഓവറോൾ ഷോറൂംസിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തീരുന്ന സമയത്ത് ഒരു അറൗണ്ട് ഒരു 325 അറൗണ്ട് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്ത്. പിന്നെ അതേപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അവർ ഗൈഡ് ചെയ്തിരിക്കുന്നത് 150 പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഉള്ള 325 കൂടുതൽ ഒരു 150 വരുമ്പോൾ ഏകദേശം ഒരു 475-500 ഇവരുടെ ഷോറൂം കൗണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് എത്തും. അത് നോക്കിയാൽ ഇപ്പോൾ 325 ഉള്ളതിന്റെ 150 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40% മുകളിൽ അവർ വോളിയം ഗ്രോത്തിൽ നിന്ന് തന്നെ ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കൂടെ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 8-10% SSSG ആണ്. സോ നോക്കുമ്പോൾ ഒരു 40% വോളിയം ഗ്രോത്ത് 40ക്ക് മുകളിൽ, അതേപോലെ തന്നെ 8-10% SSSG. അതുകൊണ്ടാണ് മാനേജ്മെന്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനിക്ക് 50% മുകളിലാണ് ഗ്രോത്ത് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർ 50% ടോപ്പ് ലൈനിന്റെ ഗൈഡൻസ് എന്നുള്ള കാര്യം.
അത് ഈ രീതിയിലാണ് വരുന്നത്. 40% മുകളിൽ വോളിയം ഗ്രോത്തും അതേപോലെ തന്നെ SSSGന്ന് ഏകദേശം 8 തൊട്ട് 10% വരെയും. ഇതാണ് മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് അത് നോക്കിക്കഴിഞ്ഞാൽ 365 മറ്റാണ് ഈ ഒരു ക്വാർട്ടറിലുള്ളത്. അത് ഇയർ ഓൺ ഇയർ നോക്കിയാൽ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് ആവറേജ് സെല്ലിംഗ് പ്രൈസിൽ. അതേപോലെ തന്നെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്താൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 961 ഉണ്ടായിരുന്നു. അതിപ്പോൾ 1000-ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു കുറവ് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇത്രയും നല്ല രീതിയിൽ ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് 115ഓളം ഷോറൂംസ് അല്ലെങ്കിൽ 110ഓളം ഷോറൂം 105ഓളം ഷോറൂംസ് ഈ ഒരു Q9 മന്ത് കൊണ്ട് തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Q1, Q2, Q3 കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ബേസ് കൂടുകയാണ്. സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ആണല്ലോ, ആ ഒരു സ്ക്വയർ ഫീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു കുറവ് വരുന്ന സ്വാഭാവികമാണ്. അത്രയും ഗ്രോ ചെയ്യുന്ന സമയത്ത് പോലും അവർ ഈ ഒരു 1000-ന് മുകളിൽ തന്നെ അവർക്ക് ഈ പറഞ്ഞ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ MRP സെയിൽ നോക്കിയാൽ, അതായത് 92% ആണ് MRP സെയിൽ എന്ന് പറഞ്ഞാൽ. MRP സെയിൽ എന്ന് പറഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് കൊടുക്കാതെ സെയിൽ ചെയ്യുന്നത്. MRP എത്രയാണോ അത് തന്നെ അവർ സെല് ചെയ്യുന്നത്. ഏകദേശം 92% സെയിൽസും MRPയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സെഗ്മെന്റ് അറിയാമല്ലോ, വാല്യൂ റീറ്റെയിൽ ആണ് വരുന്നത്. എന്നിട്ട് പോലും അവർ MRPയിൽ തന്നെയാണ് മാക്സിമം പ്രൊഡക്റ്റുകളും സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കമ്പനിക്ക് ഈ ഒരു രീതിയിൽ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് നോക്കിയാൽ ഏകദേശം 69 ആയിട്ട് കൂടിയേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നോർമലി അറൗണ്ട് ഒരു 60-നടുത്താണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ 69 ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കി കഴിഞ്ഞാൽ കമ്പനി ഇവരയിൽ ഇപ്പോൾ QIP ചെയ്തായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. അതിൽ ഏകദേശം 400 കോടിയോളം അവർ റൈസ് ചെയ്തിരുന്നു ഫണ്ട്. അതിലേകദേശം 200 കോടിയോളം അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ എമൗണ്ട് ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വെൻഡേഴ്സിന് നേരത്തെ തന്നെ ഇയർലി പേയ്മെന്റ് ചെയ്യുവാണ്. ഇയർലി പേയ്മെന്റ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് 1% തൊട്ട് 1.5% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ഇവരുടെ ഗ്രോസ് മാർജിൻ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ എബിറ്റയും പാറ്റ് മാർജിനും എല്ലാം ഇംപ്രൂവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൈസ ഇവർ കയ്യിൽ വെക്കാതെ വെൻഡേഴ്സിന് ഇയർലി പേയ്മെന്റ് ചെയ്തിട്ട് ഇവരുടെ മാർജിൻസിന് ഇംപ്രൂവ് ചെയ്യാണ്ട് അവരെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വെൻഡേഴ്സിന് ഇയർലി പേ ചെയ്യുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്, അവരുടെ ട്രേഡ് പേയബിൾസ് കുറയും. പേയബിൾസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഇൻക്രീസ് ആവും. ഇനി ഫ്യൂച്ചറിൽ ഇവർക്ക് ഈ ഫണ്ട് ഇവരിപ്പം ക്യാപെക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഫണ്ട് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഈ പറഞ്ഞ പോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഏകദേശം ഒരു 60ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് ഈ ഫണ്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ 69ലേക്ക് കൂടിയിരിക്കുന്നത്. കൃത്യമായിട്ട് മാനേജ്മെന്റ് കൃത്യമായിട്ട് അവർ എടുത്തേക്കുന്ന ഒരു ഡിസിഷൻ മാത്രമാണത്. അത് അവരുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതേപോലെ കമ്പനിയുടെ ROE നോക്കിയാൽ ഇപ്പോൾ അവർ QIP ചെയ്തതിന് ശേഷം നോക്കിയാലും 24-ന് മുകളിലുണ്ട് അവർ ROE. 24.3 ആണെന്ന് തോന്നുന്നു ഈ ഒരു ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 23 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ QIP ചെയ്തതിന് ശേഷം അവർക്ക് ROEയിൽ ഇംപ്രൂവ്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ QIP ചെയ്യുമ്പോൾ നമുക്ക് നോർമലി തോന്നാറുണ്ട് ഇവർ എന്താ പറയുക ഇക്വിറ്റിയെ ഡൈല്യൂട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ ROE സ്വാഭാവികമായിട്ട് താഴേക്ക് പോകും. പക്ഷേ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനിയിൽ അവർ ആ എമൗണ്ട് വെച്ചിട്ട് ഇവർ ഹൈ ആയിട്ട് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് പിന്നെയും കൂടും. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് പിന്നെയും കൂടുമ്പോഴത്തേന് ഇവരുടെ ന്യൂമറേറ്ററും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികൾ QIP ചെയ്യുന്ന അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. QIP ചെയ്യുന്നു അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ലോണുകൾ എടുക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഹൈ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ROE ആദ്യത്തെ ഒരു സമയത്ത് എടുക്കുന്ന സമയത്ത് ആ ഒരു ഫണ്ട് വരുന്ന സമയത്ത് ROE താഴേക്ക് പോയാലും ഇവർ പിന്നീട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ ROE അതിന് മുകളിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അത് നോക്കുമ്പോൾ ഇവർ ROE വീണ്ടും ഇമ്പ്രൂവ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ട് കമ്പനിയുടെ പെർഫോമൻസ് നല്ലൊരു ഡയറക്ഷനിലേക്കാണ് കാണുന്നത്. ഞാൻ മനോരമയുടെ റിസൾട്ട് വന്ന സമയത്ത് പറഞ്ഞത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കമ്പനിയെ പറ്റി പറയാനുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാനേജ്മെന്റ് പറയുന്നതിനനുസരിച്ച് തന്നെ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. ഹൈ പേസിൽ തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഷോറൂംസ് എക്സ്പാൻഡ് ചെയ്യുന്നതാണെങ്കിലും വോളിയം ഗ്രോത്ത് ആണെങ്കിലും ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 48% വോളിയം ഗ്രോത്ത് ആണ് വന്നേക്കുന്നത്. 57% റവന്യൂ ഗ്രോത്ത് വന്ന സമയത്ത് ഹൈ പേസിൽ അവർ വോളിയം ഗ്രോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ MRPയിൽ അവർക്ക് സെല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നിടത്താണെങ്കിൽ പോലും ഏകദേശം 720 തൊട്ട് 730 വരെയാണ് അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണെങ്കിൽ പോലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. SSSG ആണെങ്കിലും കൃത്യമായിട്ട് കമ്പനിക്കുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാൽ അവരുടെ ഫിഗേഴ്സിൽ അവരുടെ പെർഫോമൻസ് എല്ലാ രീതിയിലും കറക്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ അഗ്രസീവായിട്ട് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൻ ഇന്ത്യ ലെവലിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മേജർ സ്റ്റേറ്റ് നോക്കിയാൽ കേരളത്തിലും തമിഴ്നാട്ടിലുള്ള അവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ എനിക്ക് തോന്നുന്നത് മിസോറാം ഉണ്ട്, പിന്നെ മേഘാലയ ഉണ്ട്, പിന്നെ ത്രിപുര, അതേപോലെ തന്നെ സിക്കിം. ഇത്ര ഒരു സ്റ്റേറ്റുകൾ അവർക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ 150 ഷോറൂംസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൊത്തത്തിൽ അവർ പാൻ ഇന്ത്യ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അവർ ഹൈ പേസിൽ തന്നെയാണ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ കമ്പനി ഈ ഒരു സെക്ടറിൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേറെ കമ്പനികളൊന്നും തന്നെ ഇല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മൊത്തം മാർക്കറ്റ് നോക്കിയാൽ പോലും ഈ ഒരു രീതിയിൽ ഹൈ പേസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. അതും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമുക്ക് അവരുടെ ഫോർവേഡ് ടീം കൂടെ ഒന്ന് നോക്കിയേക്കാം. കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ 150 കോടിയുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു 22 കോടിയോളം വരുന്ന എക്സെപ്ഷണൽ ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ 132 കോടി പാർട്ടി വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിനെ ഡിവൈഡ് ചെയ്താൽ
അവരുടെ പി റേഷ്യോ വരുന്നത് വെച്ചാൽ ഏകദേശം 58-59 കറണ്ട് പി വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടറിൽ അവർ ഏകദേശം ഒരു 50% കൂടെ പ്രോഫിറ്റ് ഗ്രോത്ത് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കോടിയും കൂടെ കഴിഞ്ഞ Q4 6 കോടിയായിരുന്നു അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടുതൽ ഒരു 3 കോടിയും കൂടെ കൂട്ടിയാൽ ഏകദേശം 135 കോടിയോളമാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ മൊത്തം ചെയ്യാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്. അത് വെച്ച് നോക്കി അവരുടെ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്താൽ അറൗണ്ട് ഒരു 55-56 വരുന്നുണ്ട്. അത് നമ്മൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഗെയിൻ കൂടെ കൂട്ടിയിട്ട് എടുത്താൽ ഏകദേശം 50 പിയിൽ കമ്പനി അവൈലബിൾ ആണ്. ഏകദേശം ഒരു 50-60% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി 50-60 ഇടയ്ക്കുള്ള പി റേഷ്യോന് അവൈലബിൾ ആണ്. അതായത് കമ്പനിയുടെ പെഗ് റേഷ്യോ നോക്കിയാൽ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ പെഗ് റേഷ്യോ എടുത്താൽ നമുക്ക് ഏകദേശം 1 കിട്ടുന്നുമുണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. മൊത്തത്തിൽ V2 നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമ്പനി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ റിസ്ക്കും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.